Find the following. ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. ഒന്നാമതാണ് നമുക്ക് പേന എടുക്കാം ആദ്യം. Okay. The y coordinate of any point on x axis. X ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, x ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ്, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈനാണ് നമ്മുടെ x ആക്സിസ്. ഇതിലുള്ള ഏതൊരു പോയിന്റ്, ഇപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ ഇത് ഒറിജിൻ ആണ് അല്ലെ, അവിടെ 0 ആണ്. അപ്പൊ ഏതൊരു പോയിന്റിനെയും x ആക്സിസിലുള്ള ഇപ്പൊ നെഗറ്റീവ് ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും അവിടുന്ന് നമ്മൾ നേരെ y ആക്സിസിലോട്ട് വരച്ച് നോക്കുമ്പോൾ അവിടുത്തെ y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് the x coordinate of any point on y axis. y അക്ഷത്തിലെ ഏത് ബിന്ദുവിന്റെയും x സൂചക സംഖ്യ. ഇപ്പൊ ഞാനിവിടെ y ആക്സിൽ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പൊ അവിടുന്ന് നേരെ താഴത്തേക്ക് നോക്കി അവിടുത്തെ x എത്രയാ? 0. ഇനി ഇവിടെ താഴെ y ആക്സിലാണ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയെങ്കിൽ അവിടുന്ന് നേരെ x-ലോട്ട് നോക്കുമ്പോൾ അത് 0. അപ്പൊ എത്ര വരിക? 0. ഓക്കെ, അപ്പൊ x ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. y ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും x കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അഥവാ x അക്ഷത്തിലുള്ള ഏത് ബിന്ദുവിന്റെയും y സൂചക സംഖ്യ 0 ആയിരിക്കും. y അക്ഷത്തിലുള്ള ഏതൊരു ബിന്ദുവിന്റെയും x സൂചക സംഖ്യ 0 ആയിരിക്കും. അടുത്ത് the coordinate of origin, ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ. ആധാര ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x ആക്സിസും അല്ലെങ്കിൽ x അക്ഷവും y അക്ഷവും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അവിടുത്തെ സൂചക സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 0 0. ഇനി അടുത്ത് the y coordinate of any point on the line through 0 1 parallel to the x axis. അഥവാ 0 എന്ന ബിന്ദുവിലൂടെ x അക്ഷത്തിന് സമാന്തരമായിട്ട് വരക്കുന്ന വരയിലെ ഏത് ബിന്ദുവിന്റെയും y സൂചക സംഖ്യ. അപ്പൊ ഇവിടെ നമ്മളൊരു x ആക്സും y ആക്സും വരച്ചിട്ടുണ്ട് കേട്ടോ. വിലങ്ങനെയുള്ള വരയെ നമ്മൾ x അക്ഷം എന്ന് പറയും, കുത്തിനെയുള്ള വര y അക്ഷം എന്ന് പറയും. അപ്പൊ 0 1 എന്ന് പറയുമ്പോൾ x-ൽ 0 y-ൽ 1 ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ആ പോയിന്റിലൂടെ x ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ഏകദേശം വരിക അല്ലെ? ഈ ലൈനിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള സംഖ്യയല്ലേ, അത് എത്രയാണ്? 1 ആണ്. ഇനി ഇവിടെയാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നതെങ്കിൽ അതും എത്ര തന്നെ, അപ്പോഴും അടുത്ത y കോർഡിനേറ്റ് എന്താണ്? 1 ആണ് അല്ലെ? y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? x അക്ഷത്തിന് സമാന്തരമായിട്ട് x ആക്സിസിന് പാരലൽ ആയിട്ട് 0 1, x-ൽ 1 x-ൽ 0 y-ൽ 1 പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെയല്ല, ഇവിടെ ഈ y അക്ഷത്തിൽ വരും. അപ്പൊ അതിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലുള്ള ഏതൊരു പോയിന്റിന്റെയും y സൂചക സംഖ്യ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി നേരെ തിരിച്ച് the x coordinate of any point on the line through parallel to the y axis. അതായത് ഇപ്പൊ പറഞ്ഞതിന് നേരെ തിരിച്ച് അതായത് 1 0 x-ൽ 1 y-ൽ 0 ഇവിടെ വരും. ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന y അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള വരയിലെ ഏതൊരു ബിന്ദുവിന്റെയും x സൂചക സംഖ്യ. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ അതിന്റെ x നേരെ താഴോട്ട് എത്രയാ? 1. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ x നേരെ എത്രയാ? 1. അപ്പൊ എത്രയാ വരിക x സൂചക സംഖ്യ? 1. ഓക്കെ, അപ്പൊ y അക്ഷത്തിന് x അക്ഷത്തിന് സമാന്തരമായിട്ട് 0 1-ലൂടെ വരച്ചു കഴിഞ്ഞാൽ അവിടുത്തെ y സൂചക സംഖ്യ 1 ആയിരിക്കും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, വിലങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ആ ലൈനിലുള്ള വൈകളൊക്കെ സെയിം ആയിരിക്കും. കുത്തനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, കുത്തനെ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ലൈനിലുള്ള എക്സുകളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എങ്ങനെയാ? വിലങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ഹൊറിസോണ്ടൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിലെ വൈകളൊക്കെ സെയിം ആയിരിക്കും. കുത്തനെ എക്സിന് കുത്തനായിട്ട് അഥവാ y ആക്സിസിന് പാരലൽ ആയിട്ട് കുത്തനെ പോകുന്ന വരികളാണെന്നുണ്ടെങ്കിൽ, വെർട്ടിക്കൽ ആയിട്ട് പോകുന്ന വരികളാണെന്നുണ്ടെങ്കിൽ അതിലെ വൈകളൊക്കെ സെയിം ആയിരിക്കും.